ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ യൂണിവേഴ്സിൻ്റെ അടുത്ത്, അതായത് യൂണിവേഴ്സ് നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് എന്ത് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്? ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ കൊണ്ട് എന്തോ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. മൂന്നുണ്ട് ഇവിടെ. ഇതിൽ ചില കാർഡ്സ് എനിക്ക് കാണിക്കാൻ പറ്റില്ല, അപ്പോഴേ പറയാണ്. ഓക്കെ, ചിലത് ഞാൻ മറയ്ക്കും. ഓക്കെ, യൂട്യൂബിൻ്റെ റൂൾസാണ്, അതേ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, വേൾഡ് കാർഡ്, Ace of Swords, Page of Cups. Okay. ഞാൻ ഷഫിൾ ചെയ്തു. ഓക്കെ, മൂൺ, 8 of Cups, വേൾഡ്, Ace of Swords and Page of Cups. Okay. ആക്ച്വലി ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് നിങ്ങളോട് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറയുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഐ തിങ്ക് ഇന്നലെയും ഫസ്റ്റ് റീഡിങ്ങിൽ ആദ്യം തന്നെ വന്ന മൂണായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 3 8 of Cupsഉം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, സോ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളോട് എൻഡ് ചെയ്യാനാണ് പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കണം, ഒരു ഡിസിഷൻ എടുക്കണം എന്ന രീതിക്കാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നല്ലോണം കാണുന്നുണ്ട്. അതിന് യൂണിവേഴ്സ് പറയുന്ന ഒരു ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് ആക്ച്വലി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട് ദറ്റ് യു നീഡ് ടു എൻഡ് എ സൈക്കിൾ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഒരു സൈക്കിൾ നിങ്ങൾ എൻഡ് ചെയ്യാനുണ്ട്. അതിപ്പോൾ ജോലി വിട്ടുമാറലാവാം. ഓക്കെ, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് വിട്ടുമാറലാവാം. കുറച്ച് പേർക്ക് ജസ്റ്റ് പാസ്റ്റ് പിന്നിൽ ഉപേക്ഷിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ കൺഫ്യൂഷൻസിനെ മാറ്റുന്നതായിരിക്കാം, കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചിലത് നമ്മുടെ ഡൗട്ട്സിനെ പിന്നിൽ ഉപേക്ഷിക്കാം. ഓക്കെ, അതും ആവാം. ഓക്കെ, അല്ലാതെ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വലിയ കാര്യങ്ങൾ തന്നെ ആവണം നിർബന്ധമില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഡൗട്ട്സിനെ നിങ്ങൾ മാറ്റിവിടാം, നിങ്ങളുടെ പേടികളെ നിങ്ങൾ മാറ്റിവിടാം. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ക്ലാരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാം. കാരണം ഇവിടെ ക്ലാരിറ്റിയുടെ ഉണ്ട്, ട്രൂത്തിൻ്റെ ഉണ്ട്. ഏസ് ഓഫ് സോർഡ്സ് ആണ്. സോ ഒരു ട്രൂത്ത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുള്ളതായിരിക്കാം, നിങ്ങളെന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും അറിയാനുള്ള കാര്യങ്ങൾ. പക്ഷേ 2 3 നിങ്ങൾ വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. ഓക്കെ, നിങ്ങൾ ആ കൺഫ്യൂഷൻ മൈൻഡിൽ വെച്ച് നിങ്ങൾ അതിനെ മനസ്സിലിട്ട് കുഴപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനാണ് പറയുന്നത്. ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്സ് കണ്ടിന്യൂവേഷൻ വരുന്ന പോലെ ഉണ്ട് എനിക്ക്. നിങ്ങളോട് പറയുന്നത് ഈ കൺഫ്യൂഷൻ മാറണമെങ്കിൽ ഓക്കെ, നിങ്ങളായിട്ട് തന്നെ ആക്ഷൻ എടുക്കണം, നിങ്ങൾ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കണം. ഇവിടെ വേൾഡ് എൻഡിങ് ആണ് പറയുക. വേൾഡ് എന്ന് പറയുമ്പോൾ എൻഡിങ് അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുക. എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്, അങ്ങനെയാണ് നമ്മൾ പറയുക. സോ ഇവിടെ ചില കാര്യങ്ങൾ അവസാനിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്താൽ ചില കാര്യങ്ങൾ അവസാനിക്കും. ബട്ട് അത് അവസാനിക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ്, അത് ആവശ്യമാണ്. ആ എൻഡിങ് സംഭവിച്ചു കഴിയുമ്പോൾ മാത്രമേ ആക്ച്വലി ഇവിടെ ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ്, ഏസ് ഓഫ് സോർഡ്സ് ആണ്. സോ രണ്ടും ഒരു പുതിയ ബിഗിനിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു തുടക്കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ആവുന്ന പോലെയുണ്ട്. ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഈ കൺഫ്യൂഷൻ എല്ലാം ഒന്ന് മാറിക്കിട്ടും. നിങ്ങളുടെ മൈൻഡ് ഒരുപാട് ഇമോഷണൽ ആവുന്നത് മാറിക്കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ എന്തോ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് സമാധാനമില്ല, സന്തോഷമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലല്ല ഇപ്പോഴുള്ള സിറ്റുവേഷൻ. അതിനെ പിന്നിലുപേക്ഷിക്കാനാണ് പറയുന്നത്. അതിനെ പിന്നിലുപേക്ഷിക്കാൻ പറയണ്ട. ഓക്കെ, ഞാൻ അതിനെ വേറെ രീതിയിൽ പറയാം. നിങ്ങൾ അതിനെ മാറ്റിയെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ മാറ്റിയെടുക്കാം. അതിന് എന്താണ് വേണ്ടത്? ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലാണ് പവർ ഉള്ളത്. അതെങ്ങനെ നിങ്ങൾ മാറ്റിയെടുക്കും? അത് നിങ്ങൾ ചിന്തിക്കൂ. ഓക്കെ, അവിടെ നിങ്ങളെ ബോദർ ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. സോ എനിക്ക് ഇവിടെ എല്ലാം അടുത്തടുത്ത് പറയാൻ സാധിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ബോദർ ചെയ്യുന്ന എന്ത് കാര്യമാണ്? ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പേഴ്സൻ്റെ വേറെ ഒരു വ്യക്തിയിൽ നിന്നുള്ള പെരുമാറ്റമാണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നത്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ, സാഹചര്യം, നിങ്ങളുടെ ഓഫീസിൽ, വർക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള വ്യക്തികൾ, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്ത് തന്നെയായാലും, പാരൻസിൻ്റെ ഭാഗത്തുനിന്നായാലും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നായാലും മക്കളുടെ ഭാഗത്തുനിന്നായാലും എന്തായാലും ശരി. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്കവിടെ നല്ലതല്ല.
അങ്ങനെയുള്ള അവിടെ നിങ്ങൾക്ക് അതിന് ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി മുന്നോട്ട് എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് പുറത്തു വരണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, എന്നിട്ട് മുന്നോട്ട് എനിക്ക് സമാധാനമാണ് വേണ്ടത്, എനിക്ക് പീസാണ് വേണ്ടത്, എൻ്റെ ഒരു ലൈഫ് മുന്നോട്ട് പോകണം. ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇപ്പോഴും ഈ ഒരു വിഷമത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഇരുണ്ടിരിക്കുന്ന കണ്ടില്ലേ, അതിലിങ്ങനെ ഇരുന്നാൽ പോരാ അല്ലേ, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരണം എന്ന് തീരുമാനിക്കൂ. ആൻഡ് അതിന് വേണ്ട ആക്ഷൻ എടുക്കുക. പക്ഷേ ഈ കാർഡ് നല്ല ഭംഗിയാണ്, പക്ഷെ കാണിക്കാൻ പാടില്ല, ഐ എം സോറി. കാണിക്കാൻ പറ്റില്ല. ഓക്കെ, വേൾഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളൊരു, ഞാൻ പറഞ്ഞ പോലെ ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്, അത് സൈക്കിൾസിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴും വേദനിക്കുക, വിഷമിക്കുക, വീണ്ടും ഓക്കെ ആവുക, പിന്നെയും യുനോ ആ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ, അതിനെയാണ് പറയുന്നത്. റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും അത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് റിപ്പീറ്റ് ആവുന്നതെന്ന് വെച്ചാൽ, നിങ്ങളവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഒരു കോട്ടുണ്ട് ഇവിടെ, എന്താണ്, ഒരു കാര്യത്തിൽ മാറ്റം വേണമെങ്കിൽ എടുക്കുന്ന തീരുമാനം മാറ്റൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ ട്രൈ ചെയ്തു, ആ കാര്യത്തിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ രീതിയിലായിരിക്കും നമ്മൾ ട്രൈ ചെയ്യുന്നത്. എനിക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഓക്കെ, സോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ഒരേ തരത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരേ റിസൾട്ട് തന്നെ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഒന്ന് റിസൾട്ട് മാറണമെങ്കിൽ നമുക്ക്, അതായത് ഇതിൽ സക്സസ് വേണം അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി മാറ്റണം. അവിടെ എന്തോ ഒരു മാറ്റം വരുത്താനുണ്ട് എന്നുള്ളതാണ്. സോ അതിവിടെ ചിന്തിച്ച് നിങ്ങളിവിടെ ഒരു മാറ്റം കൊണ്ടുവരിക, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ആ മാറ്റം പക്ഷെ നിങ്ങൾക്ക് വളരെ നല്ലതിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അതിന് ഒരല്പം നിങ്ങൾ ബോൾഡ് ആവേണ്ടി വരും. ഓക്കെ, നിങ്ങൾ ബോൾഡ് ആവണം, ലേശം ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും, ധൈര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യുക. ഓക്കെ, എന്തായാലും അതിന് ശേഷം ഒരു പുതിയ തുടക്കമാണ് എനിക്ക് കാണുന്നത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ് ഇത്. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കമായിരിക്കാം, ഒരു ഓഫർ വരുന്നതായിരിക്കും, ജോലിയുടെ ഓഫർ ആയിരിക്കാം, വോട്ടെവർ. ഓക്കെ, അല്ലെങ്കിൽ ഇമോഷണൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യമായിരിക്കാം. നമ്മൾ മനസ്സുകൊണ്ട് മാനസികമായിട്ട് നമ്മളൊരു മാറ്റം എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ പുറത്തു വരാൻ ആക്ഷൻ എടുത്തേ പറ്റൂ. ഓക്കെ, വേറെന്താ യൂണിവേഴ്സിനോട് പറയാൻ ശ്രമിക്കുന്നത്? 3 of Swords, Queen of Pentacles, Star card, very good, Ace of Cups. Oh my goodness, yes. അഗൈൻ ഇവിടെ ഹാർട്ട് ബ്രേക്ക് വരുന്നുണ്ട്. എനിക്ക് ഇവിടെ മൂണുണ്ടായിരുന്നു, കൺഫ്യൂഷൻ, സാഡ്നെസ് എല്ലാമാണ് ഇവിടെ കണ്ടത്. എനിക്ക് പാസ്റ്റിലെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞു. ആ പാസ്റ്റിലെ വിഷമങ്ങളിൽ നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ തന്നെ ആദ്യം ഗ്രോ ചെയ്യണം. നിങ്ങൾ ബോൾഡായിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫും നിങ്ങൾക്ക് സമാധാനം, പീസ്, സന്തോഷം എല്ലാം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലുണ്ട്, അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കഴിവുണ്ട്, പണം ഏൺ ചെയ്യാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു കുടുംബം നടത്താനുള്ള നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ. എല്ലാ തരത്തിലും ആക്ച്വലി അബണ്ടൻസ് ആണ് ഇവിടെ. എനിക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് നമ്മൾ വളരെ അബണ്ടൻ്റ് ആയിട്ടൊരു കാർഡാണ് പറയുക. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ മണി വൈസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാ കഴിവും കേപ്പബിലിറ്റീസും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, അതെടുത്ത് ഉപയോഗിക്കൂ. ഓക്കെ, നിങ്ങൾ ബോൾഡ് ആവൂ, നിങ്ങൾ ആക്ഷൻസ് എടുക്കൂ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഹാർട്ട് ബ്രേക്കിൽ ഐ തിങ്ക് നിങ്ങളെ ആ വിഷമമാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്. ഓക്കെ, അതിനെ ഇനി പിന്നിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറുക, അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതിനെ ടോട്ടലി ലെറ്റ് ഗോ ചെയ്യുക, ഫൊർഗീവ് ചെയ്ത് വിടുക. ഓക്കെ, വേദനിപ്പിച്ച ആൾക്കാരെ, വേദനിപ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്കൊരു പാഠമായിരുന്നു എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കിയാൽ മതി. അത് പാഠമായിരുന്നു. ഓക്കെ, ഇനി കാരണം ഇത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ലൈഫ് നിങ്ങളുടെ എപ്പോഴും ഇരുണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഒരു സുഖമില്ല അല്ലേ. നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ സ്റ്റാർ ആണ്. ഓക്കെ, സ്റ്റാർ ഹോപ്പ്, ഹീലിംഗിന്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് ആണ്, ഹീലിംഗിന്റെ എനർജിയാണ്. അഗൈൻ നിങ്ങൾക്ക് സന്തോഷങ്ങൾ, സമാധാനം, പീസ്, സ്നേഹം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ലൈഫിൽ നിങ്ങൾക്ക് വരും. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെല്ലാം. ഓക്കെ, എവറിത്തിങ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. പക്ഷേ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങൾ എന്തോ വിടാൻ മടിച്ച് നിൽക്കുന്ന ഒരു കാര്യം, ഓക്കെ, അതാണ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ചില വേദനകൾ അതിനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുള്ളൂ. സോ യൂണിവേഴ്സ് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി ഐ തിങ്ക് ഒരു പോയിന്റ് എത്തിക്കും നിങ്ങളെ, എന്നിട്ട് ഇനി നിങ്ങൾ ഇതിൽ നിന്ന് വിട്ട് മാറിയേ പറ്റൂ എന്ന്. കാരണം ഇത് ഇവിടെ വിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബെറ്റർ ലൈഫിലേക്കാണ്. ഓക്കെ, സ്റ്റാർ ഹീലിംഗ് ആണ് പറയുക. ഹീലിംഗ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ എന്ന് പറയും, ഹോപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഈവൻ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വളരെ നല്ലത് എന്തെങ്കിലും വരുന്നു എന്നുകൂടെ ആയിരിക്കും. ഏസ് ഓഫ് കപ്സും ഉണ്ട്. അഗൈൻ സെയിം തിങ്, എല്ലാം സന്തോഷം, റിലേഷൻഷിപ്സ് ആയാലും ശരി, കരിയർ ആയാലും ശരി, എല്ലാത്തിലും നിങ്ങൾക്കൊരു ഹാപ്പിനെസ്, സന്തോഷം വരുന്നതായിട്ട്. ഓക്കെ, ബട്ട് അവിടെ എത്താൻ യെസ് നിങ്ങളിതിൽ നിന്ന് പുറത്തു വരണം. അതാണ് ഇവിടുത്തെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആക്ഷൻ എടുക്കൂ എന്നുമാണ്. ഓക്കെ, ഹൗസ്, വാവ്, ഞാൻ ഇപ്പോൾ ഫാമിലി അല്ലെങ്കിൽ ruins, okay, delay, love, beautiful cards. Okay, fire,
ആൻഡ് ഫാമിലി, കുറച്ച് പേർക്ക് ഫാമിലി കൂടുതൽ വരുന്നുണ്ട്. ലക്കി കാർഡ് ഉണ്ട്. ഓക്കെ, ആക്ച്വലി ഇതാണ് നമ്മൾ പറഞ്ഞ ഹാർട്ട് ബ്രേക്കിന്റെ കാർഡ്. എനിക്ക് കാർഡ് നോക്കാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഹാർട്ട് ബ്രേക്കിന്റെ കാർഡാണിത്, ബിട്രയൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ത്രീ ഓഫ് സോർട്സ് എനർജിയാണ്. നിങ്ങളെ ആരെങ്കിലും ചതിച്ച് കാണാം, നിങ്ങളെ വേദനിപ്പിച്ച് കാണാം, ഓക്കെ, വിഷമിപ്പിച്ച് കാണാം. സോ ആ വിഷമം, ഓക്കെ, ഇതാണ് നിങ്ങളെ ഇപ്പോൾ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ലക്കി കാർഡായിരുന്നു, ഞാൻ മേലെ വയ്ക്കട്ടെ, ബിട്രയലിന്റെ മേലെ ലക്ക് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ലക്ക് ഉണ്ട് നിങ്ങളുടെ ഭാഗത്ത് എന്നാണ്. ഓക്കെ, യു ആർ എ വെരി ലക്കി പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വേറെ ആരും ഇല്ലെങ്കിലും ദൈവമുണ്ട് നിങ്ങളുടെ കൂടെ. ഓക്കെ, ഈ വിഷമവും വേദനയും നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾ ഒരിക്കലും ദൈവത്തിന് കുറ്റം പറയരുത്. ഓക്കെ, ആ വേദന, വിഷമം എന്ത് തന്നെ പറ്റിയിട്ടുണ്ടെങ്കിലും അത് എന്തോ വേറെന്തോ നല്ലത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മേ ബി നിങ്ങളെ കാണിച്ചു തന്നതായിരിക്കും ദറ്റ് നിങ്ങൾക്ക് നല്ലതല്ലാത്തയില്ല, നിങ്ങൾ ഇനിയും നിൽക്കരുത് എന്നോ അങ്ങനെ, കാരണം അത് വേദന കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അതിൽ നിന്ന് പുറത്തു വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഇവിടെ ഹൗസും ഉണ്ട്, ഫാമിലിയും ഉണ്ട്. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഏസ് ഓഫ് കപ്സ് ആക്ച്വലി ന്യൂ റിലേഷൻഷിപ്പ് ആവും. പേജ് ഓഫ് കപ്സും ഏസ് ഓഫ് കപ്സ് ഒക്കെ ന്യൂ റിലേഷൻഷിപ്പ് ആവാം. കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു ലൈക്ക് പുതിയ ബന്ധം വരുന്നതായിട്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മാരേജ് ഓഫർ ആയിരിക്കും, കുറച്ച് പേർക്ക് ഈവൻ കരിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം, കുറച്ച് പേര് സ്വന്തമായിട്ട് വീട്, ഓക്കെ, നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി, ഒരു ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് ഡിലേ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചില കാര്യങ്ങൾ ഡിലേ ആയിട്ടുണ്ട്, ബട്ട് അത് യൂണിവേഴ്സ് ആയിട്ട് ചെയ്താണ്. ബിക്കോസ് ഇറ്റ്സ് ഓൾ ഡിവൈൻ ടൈമിങ്. ഓക്കെ, എല്ലാം ഒരു ഡിവൈൻ തീരുമാനിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, നമ്മൾ എത്ര കാത്തിരുന്ന് വെറുതെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല, എല്ലാം ഡിവൈൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും നടക്കും. അതിന് പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചിലത് പഠിക്കാനുണ്ട്. ആ പാഠങ്ങൾ നിങ്ങൾ എത്ര വേഗം പഠിക്കുന്നോ അത്രയും വേഗം ആ സമയം വരും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഫയർ നിങ്ങളുടെ പാഷൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങളോട് പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കൂ, സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കൂ. ആൻഡ് നിങ്ങൾക്ക് കഴിവുകളുണ്ട്, ആ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയാം, ആ പാഷനോട്ട് നിങ്ങൾ മുന്നോട്ട് പോകും ലൈഫിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ റൂയിൻസ് ഞാൻ നേരത്തെ റൂയിൻസ് പറയുമ്പോൾ ഇതിവിടെ നമ്മുടെ ഹാർട്ട് ബ്രേക്കും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. സോ നിങ്ങൾ ഒരുപാട് വിഷമിച്ച, മേ ബി ഇത് വീടിൻ്റെ തന്നെ ഒരു ഇത് പോലെയുണ്ട് അല്ലേ, ഹൗസും. ഓക്കെ, മേ ബി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വീടായിരിക്കാം നഷ്ടപ്പെട്ടത്, ഓക്കെ, ഫാമിലി ആയിരിക്കാം നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരുന്നു എന്ന രീതിക്കാണ്. എന്തായാലും ലക്ക്, ഓവറോൾ ലക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ എപ്പോഴും യൂണിവേഴ്സ് നമ്മുടെ മുമ്പിൽ വഴികൾ തുറന്നിടും. ഓക്കെ, നമ്മൾ അതിൽ ത്രൂ നടക്കുന്നുണ്ടോ, എന്ത് നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയുണ്ട്. സോ നിങ്ങളിപ്പോൾ തീരുമാനിക്കാൻ, ഇതിൽ തന്നെ ഈ വിഷമം കൊണ്ട് ഇങ്ങനെ തന്നെ വിഷമത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കണോ, അതോ അതിനെയൊക്കെ വിട്ട് കളഞ്ഞ് മൂവ് ഓൺ ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകണോ, തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നുണ്ട് എന്നാണ്. ഓക്കെ, ഓവറോൾ ഫാമിലി, റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു ജോലി, കരിയറിലായാലും എന്തിലായാലും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത്. ബട്ട് യെസ്, യു നീഡ് ടു ടേക്ക് ആക്ഷൻ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.